നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. മുപ്ലിയം പാറക്കുളത്ത് അതിഥി തൊഴിലാളിയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഷഷ്ടി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് നിർവഹിച്ചു. 13-നാണ് ഷഷ്ടി. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷവും പൊങ്കാല സമർപ്പണവും നടന്നു. കേരളത്തിൽ ആദ്യമായി 40 മണിക്കൂർ ആരാധന ആരംഭിച്ച കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ കബറിടത്തിൽ നിന്ന് ശനിയാഴ്ച ആരംഭിച്ച ദിവ്യകാരുടെ സന്ദേശയാത്രയ്ക്ക് സമാപനം. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാചണ്ഡിക യജ്ഞത്തിന് തുടക്കമായെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രകാരിയും വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അധ്യാപികയുമായ പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച എന്ന പേരിലുള്ള ത്രിദിന ക്യാമ്പിന് മാങ്കുറ്റിപ്പാടത്ത് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. മുപ്ലിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. പാറക്കുളത്ത് കെട്ടിട നിർമ്മാണത്തിനെത്തിയ തൊഴിലാളിയാണ് ഇയാൾ. തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിലെ കിണറിലാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടത്. ദുർഗന്ധം വന്നതോടെ കൂടെ താമസിക്കുന്നവരാണ് ആദ്യം മൃതദേഹം കണ്ടത്. ആൾമറയുള്ള കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി ഇയാളെ കണ്ടതായി പറയുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 5 പേരാണ് ഈ വീട്ടിൽ താമസം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഷഷ്ടി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് നിർവഹിച്ചു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ, പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ക്ഷേത്ര സമിതി പ്രസിഡന്റ് KK അരുണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK നാരായണൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് VK സുമേഷ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PN ജയകൃഷ്ണൻ, M ഗോപിനാഥൻ, ബാബു അമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ അണ്ടർ 14 വോളിബോൾ സ്റ്റേറ്റ് ടീം ക്യാപ്റ്റൻ മാസ്റ്റർ നെവിൽ കൃഷ്ണ, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സംസ്കൃത ആലാപനത്തിൽ A ഗ്രേഡ് നേടിയ പാർവതി ഗിരീഷ്, വാക്കിംഗ് കോമ്പറ്റീഷൻ ഫസ്റ്റ് അഞ്ജലി ജയന്ത്, സ്വാമി ആത്മാനന്ദ സരസ്വതി, വെള്ളക്കെട്ടിൽപ്പെട്ട 4 പേരുടെ ജീവൻ രക്ഷിച്ച മോഹനൻ ചെമ്പിരി, സംസ്ഥാന സർക്കാരിന്റെ 2023 മികച്ച ജീവനക്കാരുള്ള പുരസ്കാര ജേതാവ് സുധീഷ് ചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഭക്തജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇവിടെ ആദരിക്കപ്പെടുന്ന മറ്റൊരു വളരെ വലിയ വ്യക്തിത്വമാണ് മോഹനൻ ചെമ്പിരി. 4 വിലപ്പെട്ട ജീവനുകൾ രക്ഷിച്ചെടുത്താണ് നമ്മുടെ പോന്തിപുരം പാടത്തെ വെള്ളക്കെട്ടിൽ അകപ്പെട്ടുപോയ 4 ജീവനുകൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെ സ്വാമിയുടെ നാമധേയത്തിൽ നമ്മൾ ആദരവ് അർപ്പിക്കുകയാണ്. അവർക്ക് ഇനിയും മേൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ കുട്ടികൾ എപ്പോഴും വളർന്നു വരുന്നത് കാണുന്നതും കേൾക്കുന്നതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഹിന്ദു സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം നിൽക്കുന്ന ചില മേഖലകളിലുണ്ടെങ്കിലും നിങ്ങളുടെ പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഹൈവേയിൽ നിന്ന് ആ കവാടം ഒരുക്കിയത് കണ്ടു. അതാണ് എനിക്ക് ഏറെ മനസ്സിന് സംതൃപ്തിയും സന്തോഷവും നൽകിയ പറപ്പൂക്കരയുടെ മനസ്സ് എന്ന് പറയുന്നത്. പറപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി ഉത്സവത്തിൻ്റെ കവാടമാണ് ആ ഹൈവേയിൽ നിന്ന് കടന്നു വരുന്നിടത്തിൽ. പറപ്പൂക്കര ഷഷ്ടി മഹോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ആരാധനായ കൊച്ചി ദേവസ്വം ബോർഡിലെ മെമ്പർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വേദിയിൽ വിവിധ കലാപരിപാടികൾ നടക്കുന്നു. ഇന്ന് മുതൽ അതിൻ്റെ ആരംഭം കുറിക്കുകയാണ്. എല്ലാ പരിപാടികളും അതിഗംഭീരമായി നടക്കാൻ സുബ്രഹ്മണ്യ സ്വാമിയും മറ്റ് ദേവി ദേവന്മാരും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
പറപ്പൂക്കര ഷഷ്ഠി പണ്ട് മുതലേ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു മഹോത്സവമാണ്. ഷഷ്ഠിയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ മനോഹരമാക്കാൻ. പാട്ട് പാടണം എന്നെന്നോട് പറഞ്ഞ് ഞാൻ പാട്ട് എഴുതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ മുരുകൻ എന്നൊക്കെ പറയുമ്പോൾ മുരുക മുരുക പുലി മുരുക എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഞാൻ എഴുതിയതാണ്. പക്ഷെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാനിവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പ്രേമേട്ടൻ പറഞ്ഞത് നീ ഇവിടെ പ്രസംഗിക്കണം എന്നാണ്. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഒരു ഇതുപോലത്തെ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ നോട്ടീസിൽ കണ്ടു ഓരോ ആളുകളുടെയും നേരെ ഇങ്ങനെ 10 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് എഴുതിയിട്ടുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള സ്പർദ്ധകൾ വാർത്തകളാകുമ്പോൾ വേറിട്ട മാതൃകയാവുകയാണ് പറപ്പൂക്കരയിലെ ജനങ്ങൾ. ക്ഷേത്രത്തിന്റെയും ക്രിസ്ത്യൻ ദേവാലയത്തിന്റെയും ആഘോഷങ്ങൾക്ക് സംയുക്ത കമാനവും വഴി അലങ്കാരങ്ങളും ഒരുക്കിയാണ് ഇവർ സൗഹാർദ്ദത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും അപൂർവ മാതൃകയാകുന്നത്. നന്ദിക്കരയിലും മാപ്രാണത്തും ഇത്തരത്തിൽ കമാനങ്ങൾ കാണാം. പറപ്പൂക്കര സെന്റ് ജോൺ നെബൂംസ്യാൻ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ലോനമുത്തപ്പന്റെ തിരുനാളിന്റെയും പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷങ്ങളുടെയും കമാനങ്ങളാണ് ഇരുകൂട്ടരും ഒന്നിച്ച് ഇത്തരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നതിനാലാണ് ഇത്തരത്തിൽ സംയുക്തമായി കമാനങ്ങൾ ഒരുക്കിയത്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവവും പറപ്പൂക്കര ലോനമുത്തപ്പന്റെ തിരുനാൾ മഹാമഹവും എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടന്നു വരാറ്. ഈ വർഷത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഷഷ്ഠി മഹോത്സവം എപ്പോഴും മേടമാസത്തിലെ വെളുത്ത ഷഷ്ഠി പക്ഷത്തിലാണ് നടന്നു വരാറ്. ഈ വർഷം അത് മെയ് 13 ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് പറപ്പൂക്കരയുടെ ഒരു ഉത്സവ മഹാമഹമായിട്ട് കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായി പറപ്പൂക്കര പ്രദേശത്തെ കമാനങ്ങൾ ഈ തിരുനാളിനോടനുബന്ധിച്ചും ഷഷ്ഠിയോടനുബന്ധിച്ചുള്ള കമാനങ്ങൾ നന്ദിക്കരയിലും മാപ്രാണത്തും സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളിയും അമ്പലവും സംയുക്തമായ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഇത് കുറിച്ചുകൊണ്ടാണ് ചെയ്തു വരാറ്. കമാനങ്ങൾക്ക് പുറമെ ഏകദേശം 7 കിലോമീറ്റർ വഴി അലങ്കാരങ്ങളും ക്ഷേത്ര കമ്മിറ്റിയും തിരുനാൾ കമ്മിറ്റിയും സംയുക്തമായാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് കാഴ്ചക്കാർക്ക് കൗതുകവും അതിശയവുമായി മാറുകയാണ്. പറപ്പൂക്കര ഷഷ്ഠിയും പറപ്പൂക്കര തിരുനാളും ഈ മെയ് മാസത്തിലെ അടുത്തടുത്ത ദിവസങ്ങളിലായതുകൊണ്ട് തന്നെ ആഘോഷ കമ്മിറ്റിയും തിരുനാൾ ആഘോഷ കമ്മിറ്റിയും ഷഷ്ഠി ആഘോഷ കമ്മിറ്റിയും ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് വഴിയലങ്കാരം 2 അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും കൂടി ഈ വർഷം നടത്താനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 2 കമാനങ്ങളും ഇതുപോലെ തന്നെ ഷഷ്ഠി കമ്മിറ്റിയും പള്ളി ആഘോഷ കമ്മിറ്റിയും കൂടിയാണ് ഒരുമിച്ചാണ് അത് ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ക്ഷേത്രത്തിലെയും ദേവാലയത്തിലെയും ആഘോഷങ്ങളെ വേർതിരിവില്ലാതെ നാടിന്റെ മുഴുവൻ ആഘോഷമായി കാണുന്ന പാരമ്പര്യമാണ് പറപ്പൂക്കരയ്ക്കുള്ളത്. പറപ്പൂക്കര ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള കൂടുതുറക്കൽ സമയത്ത് പറപ്പൂക്കരയിലെ മുഴുവൻ ജനങ്ങളും ദേവാലയ പരിസരത്ത് ഉണ്ടാകും. AD 400 അതായത് കൃത്യമായി പറഞ്ഞാൽ 1624 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായതാണ് പറപ്പൂക്കര ഫൊറോന പള്ളി. ഈ പള്ളിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാര രഹസ്യം കാത്തുസൂക്ഷിക്കുക വഴി രാജ്ഞിയുടെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുവാനായിട്ട് രാജാവ് വളരെ ശക്തമായി നിർബന്ധിച്ചിട്ടും കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താതിരുന്നുകൊണ്ട് ആ വിശുദ്ധനെ കൊന്ന് നദിയിലേക്ക് എറിയുകയാണ് ഉണ്ടായത്. ആ വിശുദ്ധന്റെ ശവ സംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം പല അത്ഭുതങ്ങൾക്കും കാരണമായി. അതിനുശേഷം 326 വർഷങ്ങൾക്ക് ശേഷം കുഴിമാടം തുറന്നു നോക്കിയപ്പോൾ വിശുദ്ധന്റെ നാവ് അല്പം പോലും അഴിയാതെ ഇപ്പോഴും ഇരിക്കുക എന്നതാണ് അവർ കണ്ടത്. ആ നാവിന്റെ ഒരു ചെറിയ കഷ്ണം ഇപ്പോഴും പറപ്പൂക്കര പള്ളിയിൽ തിരുശേഷിപ്പായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. വിശുദ്ധന്റെ രൂപം മെയ് 15-ാം തീയതി 5:30 വിശുദ്ധന്റെ രൂപം കൂട്ടിൽ നിന്നിറക്കുന്ന ആ ധന്യമുഹൂർത്തം അത് ചുരുക്കം കേരളത്തിൽ തന്നെ 2-3 പള്ളികളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപം കൂട്ടിൽ നിന്നിറക്കുന്നത്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവത്തോടനുബന്ധിച്ച് മെയ് 9 മുതൽ ആരംഭിച്ച പരിപാടികൾ 13 വരെ തുടരും. 13-നാണ് പ്രസിദ്ധമായ ഷഷ്ഠി ആഘോഷം. ദിവസവും അരങ്ങേറുന്ന വിവിധ കലാസാംസ്കാരിക പരിപാടികൾ വൻ ജനപങ്കാളിത്തത്തോടെയാണ് മുന്നേറുന്നത്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്നു.
അപ്പോൾ കുറുമാലി പുഴയ്ക്കും പറപ്പൂക്കരയ്ക്കും ഇടയിൽ നന്ദിയാർ എന്നുള്ളൊരു നദി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കരയിലാണ് ഈ പറപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. ചങ്ങരംകോത കർത്താക്കന്മാരുടെ അധീനതയിലായിരുന്നു. അത് പിന്നീട് ഭക്തജനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവരികയാണ്. ഈ വർഷത്തെ ഷഷ്ഠി മഹോത്സവം മെയ് 9 തീയതി മുതൽ 13 തീയതി വരെയാണ് ആഘോഷിക്കുന്നത്. 9 തീയതി ഈ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ പ്രേംരാജ് ചൂണ്ടാലത്താണ് നിർവഹിക്കുന്നത്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് കെ അരുണൻ, സെക്രട്ടറി MK നാരായണൻ, ട്രഷറർ PK സന്തോഷ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PN ജയകൃഷ്ണൻ എന്നിവരുടെയും പറപ്പൂക്കര ഫൊറോന ദേവാലയത്തിലെ വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി, ട്രസ്റ്റിയും ജനറൽ കൺവീനറുമായ ബിജു പെല്ലിശ്ശേരി, ട്രസ്റ്റിമാരായ യോഹന്നാൻ വടക്കേത്തല, നിജോഷ് അക്കരക്കാരൻ, സെക്രട്ടറി വർഗീസ് ആലപ്പാട്ട് എന്നിവരുടെയെല്ലാം നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പറപ്പൂക്കര ഫൊറോന ദേവാലയത്തിലെ ലോനമുത്തപ്പന്റെ തിരുനാൾ ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവ കമ്മിറ്റിയും സംയുക്തമായി നന്ദിക്കരയിൽ സ്ഥാപിച്ചിട്ടുള്ള കമാനത്തിന് തൊട്ട് അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്തരത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം ഭിന്നിച്ച് നിൽക്കാനല്ല, പരസ്പരം വെറുക്കാനല്ല, നേരെമറിച്ച് ഓരോ ആഘോഷങ്ങളും നാട് മുഴുവന്റെയും ആഘോഷമാക്കി എല്ലാവരുടെയും സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തമാക്കി മാറ്റാനാണ് പറപ്പൂക്കര ദേശനിവാസികൾ ഈ പ്രവൃത്തിയിലൂടെ കേരളം മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും നൽകുന്ന സന്ദേശം. ഈ സന്ദേശം ലോകം മുഴുവൻ ഏറ്റെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം നന്ദിക്കരയിൽ നിന്നും ബൈജു ദേവസി, NCTV ന്യൂസ്. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും പൊങ്കാല സമർപ്പണവും നടന്നു. പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് ശീബലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായി 40 മണിക്കൂർ ആരാധന ആരംഭിച്ച കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ കബറിടത്തിൽ നിന്ന് ശനിയാഴ്ച ആരംഭിച്ച ദിവ്യകാരുണ്യ സന്ദേശയാത്രയ്ക്ക് സമാപനം. സീറോ മലബാർ രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഭാഗമായാണ് സന്ദേശയാത്ര നടന്നത്. രൂപതയിലെ 141 ഇടവക ദേവാലയങ്ങളിലെ ബലിപീഠത്തിന്റെയും സക്രാരിയുടെയും മുൻപിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചായിരുന്നു സന്ദേശയാത്ര നടത്തിയത്. ശനിയാഴ്ച കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളിയിൽ ആരംഭിച്ച ദിവ്യകാരുണ്യ കോൺഗ്രസ് സന്ദേശയാത്ര ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലാണ് സമാപിച്ചത്. ദിവ്യകാരുണ്യ കോൺഗ്രസ് പബ്ലിസിറ്റി ജനറൽ കോർഡിനേറ്റർ ഫാദർ ജോളി വടക്കൻ, കൺവീനർ ഫാദർ ജോൺ കവലക്കാട്ട്, മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, ഫാദർ റിജോയ് പഴയാറ്റിൽ, ഫാദർ ജിൽസൺ പയ്യപ്പള്ളി, ഫാദർ റിജോ ആലപ്പാട്ട്, ഫാദർ ഫെമിൻ ചിറ്റിലപ്പള്ളി, ഫാദർ ഫ്രാങ്കോ പാണാടൻ, ടെൽസൺ കോട്ടോളി, ജോഷി പുത്തിരിക്കൽ, ലിംസൺ ഊക്കൻ എന്നിവർ നേതൃത്വം നൽകി. രൂപതയിലെ വൈദികർ, സന്യസ്തർ, കുടുംബ സമ്മേളന ഫൊറോന ഭാരവാഹികൾ, പ്രതിനിധികൾ തുടങ്ങിയവർ ദിവ്യകാരുണ്യ സന്ദേശയാത്രയിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കേന്ദ്രീകരിച്ച് മെയ് 19 ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. രൂപതയിലെ 141 ഇടവകകളിലെ 60,000 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് 15,000-ഓളം പേർ പങ്കെടുക്കും. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാചണ്ഡിക യജ്ഞത്തിന് തുടക്കമായെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗണപതി ഹോമം, ഭൂമി പൂജ, ഇഷ്ടിപൂജ, കലശസ്ഥാപനം, രഥഘോഷയാത്ര, ഹോമാഗ്നി സ്വീകരണം, അഗ്നി സമർപ്പണം, ചണ്ഡിക ഹവനം, ദേവി മഹാത്മ്യ പാരായണം, മഹാദീപാരാധന, സർവൈശ്വര്യ പൂജ, പ്രഭാഷണം, ഭജന, മംഗളാരതി എന്നിവ നടന്നു. ശനിയാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹവനം, ഗുരുപൂജ, വരണക്രിയ മഹാചണ്ഡിക ഹവനം, പ്രത്യേക പൂജകൾ, ഹോമങ്ങൾ എന്നിവയും, ഞായറാഴ്ച മഹാഗണപതി ഹവനം, ഗുരുപൂജ, സുമംഗലി പൂജ, ശ്രീരുദ്രഹോമം, വസോർധാര, മഹാപൂർണഹൂതി, അവഭൃത സ്നാനം, യജ്ഞസമർപ്പണം, ആചാര്യ ദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയുണ്ടാകും. അശ്വിനി ദേവ് തന്ത്രിയാണ് യജ്ഞാചാര്യൻ. സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. കൈമുക്ക് നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. പെരുമ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാട് അഗ്നി പ്രോജ്വലനവും മൈസൂർ രാജഗുരു സുനിൽ ദാസ് അഗ്നി സമർപ്പണവും നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, ക്ഷേത്രം പ്രസിഡന്റ് ബിജു ഓടാട്ടിൽ, സെക്രട്ടറി സജീവൻ കൈലാൻ, സുധൻ ആളോൻ, ശിവൻ ഓടാട്ടിൽ എന്നിവർ സന്നിഹിതരായി. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ 2024 മെയ് 10, 11, 12 തീയതികളിലായിക്കൊണ്ട് ശ്രീ മഹാചണ്ഡികായജ്ഞം നടക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഇന്നർ വെയർ, റെഡിമെയ്ഡ് തുണിത്തരങ്ങളുമായി A1 തിരുപ്പൂർ കളക്ഷൻസ് ആമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആമ്പല്ലൂരിൽ 24 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ബെസ്റ്റ് ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് A1 തിരുപ്പൂർ കളക്ഷൻസും.
ബെസ്റ്റ് ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റിന്റെ 1-ാം നിലയിലാണ് A1 തിരുപ്പൂർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ കോംപ്ലക്സ് ഉടമ ഗണേഷ് N. മൂർത്തി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസാദ്, ശശിധരൻ, സീമ, അജിത എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. ആദ്യ വിൽപ്പന പ്രസാദിന് നൽകിക്കൊണ്ട് കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. തൊട്ടിപ്പറമ്പിൽ കൃഷ്ണൻകുട്ടി, ശശിധരൻ തയ്യൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. തിരുപ്പൂർ ഐറ്റംസ് ഒരു വിഭാഗം കിലോ 850 രൂപയ്ക്ക് ലഭ്യമാണ്. ഏറ്റവും മികച്ച തുണിത്തരങ്ങൾ A1 തിരുപ്പൂർ കളക്ഷൻസിൽ നിന്നും പർച്ചേസ് ചെയ്യാം. കൂടാതെ ഏറ്റവും വലിയ സെലക്ഷൻസും ഒരുക്കിയിരിക്കുന്നു. ഇനി ആമ്പല്ലൂരിലെ വസ്ത്രവ്യാപാര രംഗത്ത് വിലക്കുറവിന്റെ പൂരം ആസ്വദിക്കാം. ഞങ്ങൾ ആമ്പല്ലൂർ 24 വർഷമായിട്ട് സൂപ്പർ മാർക്കറ്റും ബേക്കറിയും തുടങ്ങി വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണം റെഡിമെയ്ഡ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ലേഡീസിനും കിഡ്സിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അതിലെ തുണികളും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കാവുന്ന ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. A1 തിരുപ്പൂർ കളക്ഷൻസ് ബെസ്റ്റ് ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റിന്റെ 1-ാം നിലയിൽ ആമ്പല്ലൂർ. ഫോൺ 8714064936. സ്വർണമോഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഹോൾസെയിൽ വിലയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ശേഖരവുമായി അക്ഷയ തൃതീയ ദിനത്തിൽ റയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് നമുക്ക് ഈ കൂപ്പൺ നടത്തിപ്പിക്കാം. അതിനുശേഷം ആ സമ്മാനം കിട്ടുന്ന ആളുകളുടെ നമുക്ക് നമ്മുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാം. അതിന്റെ സമ്മാനം അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ റയാൻ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ എൻ്റെ നമ്മുടെ റിയാസ് പറഞ്ഞ പോലെ ആങ്കർ എൻ്റെ ഒരു ചിരകാല സ്വപ്നമായിപ്പോ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്നോട് സഹകരിക്കണം. EM ഷാനവാസ്, മുഹമ്മദ് ഷാഗീർ എന്നിവരാണ് മാനേജിംഗ് പാർട്ട്നേഴ്സ്. ചെമ്പൻ കുഞ്ഞീത് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന് മുൻപ് കൂപ്പൺ പൂരിപ്പിച്ച് നിക്ഷേപിച്ചവരിൽ നിന്നും നറുക്കിട്ടെടുത്താണ് ഉദ്ഘാടകനെ തെരഞ്ഞെടുത്തത്. അലീസ മറിയം നറുക്കെടുപ്പ് നടത്തി. ഉദ്ഘാടകന് അരപ്പവന്റെ ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകി. കൂടാതെ മാസസമ്പാദ്യ പദ്ധതികളും ആരംഭിച്ചു. അക്ഷയ തൃതീയ ഓഫറായി ഉദ്ഘാടന ദിവസം മുതൽ 1 മാസം വരെ റയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകുന്നു. 1-ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 2-ാം സമ്മാനമായി ടിവിയും, 3-ാം സമ്മാനമായി 5 പേർക്ക് മിക്സർ ഗ്രൈൻഡറും, 4-ാം സമ്മാനമായി 5 പേർക്ക് അയൺ ബോക്സും ലഭിക്കും. ഉദ്ഘാടന ദിവസം മുതൽ 6 മാസം വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്ന ഒരു ഫാമിലിക്ക് മെഗാ പ്രൈസായി തായ്ലൻഡ് ട്രിപ്പും ഓഫർ ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരമാണ് വരന്തരപ്പള്ളി. ഞങ്ങൾ ഇന്ന് പുതിയതായിട്ടൊരു ജ്വല്ലറി പൗണ്ട് ജംഗ്ഷനിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അക്ഷയ തൃതീയ ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ചുള്ള 1 മാസം മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകളാണ് നമ്മൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ കൊടുക്കുന്നത്. 1 മാസം വരെയുള്ള ഓഫർ കാലയളവിൽ നറുക്കെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് 1-ാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീനും, 2-ാം സമ്മാനം TV, 3-ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ 5 പേർക്കും, 4-ാം സമ്മാനം അയൺ ബോക്സ് 5 പേർക്കാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ റയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്പെഷ്യാലിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്നത് സാധാരണക്കാരന്റെ ഇത്തിരി പൊണ്ടെന്ന മോഹം സഫലമാക്കുവാനായി ചുരുങ്ങിയ കാലയളവിൽ തീരുന്ന റയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാസസമ്പാദ്യ പദ്ധതികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും അത് ചേരുകയാണെങ്കിൽ തന്നെ നമുക്ക് 11 മാസത്തേക്കാണ് അതിന്റെ കാലാവധി വരുന്നത്.
പൗണ്ട് റയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദ്രവ്യകലശത്തോടെയുള്ള പ്രതിഷ്ഠാദിനം ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കും. ക്ഷേത്രം തന്ത്രി ഏറന്നൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി തെക്കേമഠം മോഹനൻ എമ്പ്രാന്തിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രതിഷ്ഠാ ദിനമായ തിങ്കളാഴ്ച കലശമാടൽ, പ്രത്യേക പൂജകൾ, പ്രസാദ ഊട്ട്, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരെ പ്രായഭേദമില്ലാതെ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ഒരുമിച്ച് കൂട്ടുകയാണ് മാങ്കുറ്റിപ്പാടത്ത് ആരംഭിച്ച ചിത്രകലാ ക്യാമ്പ്. ചിത്രകാരിയും വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അധ്യാപികയുമായ പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിലാണ് ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച എന്ന പേരിലുള്ള ത്രിദിന ക്യാമ്പിന് തുടക്കം കുറിച്ചത്. 8 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 30ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചിത്രകല പരിശീലിപ്പിക്കലല്ല, മനസ്സിലുള്ള ചിത്രങ്ങളെ ഇഷ്ടമുള്ള രൂപവും നിറവും നൽകി ക്യാൻവാസിലേക്ക് പകർത്താൻ വേദി ഒരുക്കലാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. ഒപ്പം കുട്ടികളുടെ മധ്യവേനൽ അവധിക്കാലം സർഗാത്മകമാക്കാനും ക്യാമ്പ് ലക്ഷ്യമിടുന്നു. പ്രിയ ഷിബുവിന് പുറമെ ചിത്രകാരികളായ മക്കൾ ദേവാംഗന, ദേവഹാര, സീനിയർ ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ സുനിൽ സപരിയ, രഞ്ജിത്ത് മാധവൻ, അതുൽ, നിഷാന്ത്, അഖില, അനാമിക, അനഘ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ചിത്രകാരൻ TR സുനിൽ ലാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സുനിൽ സപരിയ, PS സുരേന്ദ്രൻ, ചലച്ചിത്ര നടൻ അനന്തു മുകുന്ദൻ, രഞ്ജിത്ത് മാധവൻ, പ്രിയ ഷിബു എന്നിവർ പ്രസംഗിച്ചു. ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം, സത്യം പറഞ്ഞാൽ ഒരു ദിവസം രാത്രി ഉറങ്ങി ഒരു ഉറക്കമില്ല. ഇവിടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ നൈറ്റ് ഉറക്ക പ്രശ്നങ്ങൾ. ആ രാത്രി അന്നിരുന്ന സമയത്ത് തോന്നിയ ഒരു ഐഡിയ ആണ് ഈ ഇങ്ങനെ ഒരു വീട് മാറ്റിയെടുക്കുന്നത്. അപ്പം ഞാൻ രാവിലെ ആൾ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ രാത്രിയുണ്ട്, പക്ഷെ ഒപ്പം കൂടെ നിന്ന് നമ്മളത് പണി തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം രഞ്ജിത്ത് ഇവിടെ വരികയാണ്. ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് താമസം. ഞാൻ രഞ്ജിത്ത് വൈകുന്നു പോരാണ്. ഇവിടെ വന്നിരുന്ന ഒരു 3 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ എൻ്റെ രഞ്ജിത്ത് ഒരു ആശയം ഇങ്ങനെ പറയണത് ആൾക്ക് ചെയ്യുന്നത്, പക്ഷെ ഞാൻ പറയുന്നതും രഞ്ജിത്ത് പറയുന്നത് ഒന്നാവണം. അതായത് 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ടീച്ചർ വീട് അവിടെയായിരുന്നു, ആദ്യം പാടത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ടീച്ചർ ഞാനും അനിയനും വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തൊട്ട് അമ്മയ്ക്ക് പടം വരയ്ക്കുന്ന ആൾക്കാരെ അമ്മയുടെ ചേട്ടൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളെയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ടീച്ചറെ അടുത്ത് കൊണ്ടുവിട്ടതാണ്. അവിടെ മുതൽ കലയോടുള്ള താല്പര്യം, ചിത്രകല എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു എല്ലാ കലകളും തുടങ്ങുന്നത് ഒരു ചിത്രകല, ഒരു ഒബ്സർവൻറ്റിലൂടെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഭാഷയാണ് ഓർമ്മ വരുന്നത്. യെസ്, കുഞ്ഞുണ്ണി ഭാഷയാണ് ഓർമ്മ. കുഞ്ഞുണ്ണി ഭാഷയുടെ ഒരു കവിത ശകലം ഇങ്ങനെയാണ്: കൊത്തിത്തിന്നാൻ ഒന്നുമിടാത്തിടത്തൊരു കുഞ്ഞിക്കിളിയത തത്തി തത്തി നടന്നിടുന്നു. കിളികൾ അപ്പം മാത്രം കൊണ്ടല്ലല്ലോ കിളികളും ഉലകിൽ ജീവിക്കും. ക്ലിയറല്ലേ? വളരെ ലളിതമായ ഭാഷയിൽ ഒരു വലിയ കാര്യം പറഞ്ഞു വെക്കുകയാണ്. കൊത്തിത്തിന്നാൻ ഒന്നുമിടാത്തിടത്തൊരു കുഞ്ഞിക്കിളിയത തത്തി തത്തി നടന്നിടുന്നു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 33ാം വാർഷികാഘോഷം ഞായറാഴ്ച വൈകിട്ട് 5-ന് കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ അങ്കണത്തിൽ പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിക്കും. യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് വിൽസൺ പഴൂങ്കാരൻ അധ്യക്ഷനാകും. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൈമൺ നമ്പാടൻ, PS പ്രീജു, കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് രമ ടീച്ചർ, രാജു കിഴക്കൂടൻ, ജസ്റ്റിൻ കാവല്ലൂർ എന്നിവർ പ്രസംഗിക്കും. വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന്, വിവിധ മേഖലയിൽ പ്രവർത്തന മികവ് തെളിയിച്ചവർക്ക് ആദരവ് എന്നിവ ഉണ്ടായിരിക്കും. 3 പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു. 3 പീടിക ബീച്ച് റോഡിൽ ഇന്നലെ വൈകിട്ട് 6:30യോടെയായിരുന്നു മർദ്ദനം. 6-ലധികം പേരുകൾ ഉൾപ്പെട്ട സംഘമാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ 3 പീടിക സ്വദേശികളായ അശ്വിൻ, ജിതിൻ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരുവരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഹെൽമറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. മർദ്ദനം കണ്ട നാട്ടുകാരാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. നാട്ടുകാർ ഇടപെട്ടാണ് യുവാക്കളെ രക്ഷപ്പെടുത്തിയത്. സംഭവം വാർത്തയായതോടെ കയ്പമംഗലം പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച അപകടം 15 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ KSRTC ഡ്രൈവറുടെയും ടോറസ് ഡ്രൈവറുടെയും ഉൾപ്പെടെ 4 പേരുടെ നില ഗുരുതരമാണ്.
കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം, 15 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ KSRTC ഡ്രൈവറുടെയും ടോറസ് ഡ്രൈവറുടെയും ഉൾപ്പെടെ 4 പേരുടെ നില ഗുരുതരമാണ്. പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂരിൽ നിന്നും കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിൽ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളം നന്മ, ലൈഫ് കെയർ, 108 ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ്, കുന്നംകുളം മലങ്കര താലൂക്ക്, ദയ, റോയൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയെ തുടർന്ന് KSRTC ബസ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ടോറസ് ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുംകര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥിയെ ക്ഷണിക്കുന്നു. ഡിഗ്രിയും 1 വർഷത്തിൽ കുറയാത്ത കമ്പ്യൂട്ടർ ഡിപ്ലോമയുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ബുധനാഴ്ച രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9495 552751 0480 2720 ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53600 രൂപ. പുതുക്കാട് തെക്കേത്തുറവ് കോനിക്കര പരേതനായ ഉണ്ണി ഭാര്യ മീനാക്ഷി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. മല്ലിക, രാജൻ, ബാബു, ശോഭന എന്നിവർ മക്കളും, തങ്കപ്പൻ, രാധ, സന്ധ്യ, പരേതനായ ചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മുപ്ലിയം പാറക്കുളത്ത് അതിഥി തൊഴിലാളിയെ വീട്ടുകിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഷഷ്ടി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്ത് നിർവഹിച്ചു. 13-നാണ് ഷഷ്ടി. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും പൊങ്കാല സമർപ്പണവും നടന്നു. കേരളത്തിൽ ആദ്യമായി 40 മണിക്കൂർ ആരാധന ആരംഭിച്ച കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ കബറിടത്തിൽ നിന്ന് ശനിയാഴ്ച ആരംഭിച്ച ദിവ്യകാരുണ്യ സന്ദേശയാത്രയ്ക്ക് സമാപനം. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാചണ്ഡിക യജ്ഞത്തിന് തുടക്കമായെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രകാരിയും വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അധ്യാപികയുമായ പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച എന്ന പേരിലുള്ള ത്രിദിന ക്യാമ്പിന് മാങ്കുറ്റിപ്പാടത്ത് തുടക്കമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.